എനിക്ക് കഴിഞ്ഞില്ലേ? നിന്റെ കൈകൊണ്ട് തന്നെ ഡിവോഴ്സ് പേപ്പേഴ്സും ഞാൻ ശരിയാക്കിയെടുത്തില്ലേ? ഈ കുഞ്ഞിന്റെ ശരിക്കുള്ള അച്ഛനെയും ഞാൻ അതുപോലെ കണ്ടുപിടിക്കും. തനു, നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എന്റെ ഊഴം. നിന്നെ ഇനി ഞങ്ങൾക്കിടയിൽ വരാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നിന്റെ ഉള്ളിൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് ഇല്ലാതാക്കാനും എനിക്കറിയാം. ഇപ്പോഴും പറയാ, ഇത് അവസാനത്തെ ചാൻസാ. സാധനങ്ങൾ പാക്ക് ചെയ്ത് വേഗം ഇറങ്ങാൻ നോക്കിവിടുന്ന. ഇല്ലെങ്കിൽ നിന്റെ ഈ രഹസ്യത്തിനൊപ്പം തന്നെ അവശേഷിക്കുന്ന അഭിമാനം കൂടി ഇല്ലാതാകും. യെസ്, അവൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളിങ്ങോട്ട് വരട്ടെ. ഇന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും അവൾ എന്നെ ഇന്നും പ്രണയിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇവളെന്തെങ്കിലും ഇങ്ങോട്ട് പറയുമോ നോക്കട്ടെ. ചിലപ്പോ ഇവള് തന്നെ കൺഫ്യൂസ് ചെയ്താലോ. ഇദ്ദേഹം എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു? ഉറപ്പായും എന്തോ പറയാനുണ്ടാവും. അത് നീ ഇപ്പോഴും എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എത്ര അകന്നു പോയാലും നീ എന്റെ അടുത്തേക്ക് തന്നെ വരും, എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം മറക്കരുത്. നീ എന്റെന്ന് എന്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയ, അതൊക്കെ ഞാൻ നിന്റെ ഈ മുഖത്ത് നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കും. സ്ട്രോങ് ലേഡിയായിട്ടല്ല നീ വീട്ടിലേക്ക് വന്നത്. പക്ഷേ നിന്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ആ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് ഞാനല്ലേ? അങ്ങനെയൊന്നുമില്ല. അടുത്തേക്ക് എത്താൻ എനിക്കാവില്ല. അത് പിന്നെ ഞാൻ തോറ്റൊന്ന് സമ്മതിക്കുന്നു. പക്ഷെ പ്രണയമൊന്നുമില്ല. നിനക്ക് നന്നായിട്ടറിയാം ഗെയിം എന്താണെന്ന്. കണ്ണടയ്ക്കാതിരുന്നാൽ നീ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ കാര്യം നിന്റെ കണ്ണിൽ തന്നെ വ്യക്തമാണ്. പക്ഷെ നീ എന്തിനാ പറയാതെ? നിനക്ക് പറഞ്ഞൂടെ എന്നെ പ്രണയിക്കുന്നുവെന്ന്? ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ പ്രിയ? നീ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ കാര്യം നിന്റെ കണ്ണിൽ തന്നെ വ്യക്തമാണ്. പക്ഷെ നീ എന്തിനാ പറയാതെ? നിനക്ക് പറഞ്ഞൂടെ എന്നെ പ്രണയിക്കുന്നുവെന്ന്? ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ പ്രിയ? ഒരു വെണ്ണില തിരയേറുവാൻ മുകിലാകുവാൻ മനസ്സിന് കൊതിയായി തളിരണിഞ്ഞ തിങ്കളെ തഴുകി വന്നെത്തി. ശരി, വെള്ളമുണ്ടല്ലോ. ആ റോബിൻ, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ഓക്കെ റോബിൻ. യെസ് മാം. ഗസ്റ്റ് റൂം റെഡിയാക്കി വെക്കോ, ഒരാള് വരുന്നുണ്ട്. ഓക്കെ. അതെ, ഈ രാത്രിയിൽ ഗസ്റ്റ് റൂമിൽ ആരാ പോകുന്നത്? നിങ്ങള്. ഞാനോ? ആ, എന്ന് വെച്ചാ വീക്കാവുന്ന ഞാനല്ല, വീക്ക് നിങ്ങളാ. മനഃപൂർവ്വം നിങ്ങളെ ഇമോഷണലി ഞാൻ വീക്കാക്കിയിരിക്കുക. വീക്കാരായാലും എന്താ വ്യത്യാസം? ഇവൾക്ക് ഈ രാത്രിയിൽ എന്താ സംഭവിച്ചത്? ഒരു സെക്കൻഡ് കൊണ്ടല്ലേ സ്വഭാവം മാറിയത്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയും ഒരുപാട് കാത്തിരിക്കണം. കാരണം തനുവും ആലിയയും ഈ തോൽവി സമ്മതിച്ചു വെറുതെ ഇരിക്കില്ല. എന്നെ അടിക്കാൻ വന്ന അതേ ആവേശത്തിൽ തനു ഉറപ്പായും എന്തെങ്കിലും ചെയ്യും. വിവാഹം അഭിയുമായി
ഇവൾ എങ്ങനെയുള്ള മരുമകളാ? ആരുടെ കുഞ്ഞിനെയും ചുമന്നോണ്ടാ വീട്ടിലേക്ക് വരുന്നത്? ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ചാവുകയായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീർന്നു. അദ്ദേഹത്തിനെ തടയാൻ പറ്റൂ. അദ്ദേഹം അത് തടഞ്ഞു. അതിപ്പോ അഭിയേട്ടന്റെയും പ്രിയേച്ചിയുടെയും ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലേ മാറിപ്പോയത്. ഇനി അവരൊന്നിക്കുന്നത് ആര് തടയാനാ? അത് മാത്രമല്ല, ഇന്നത്തെ സംഭവം കൊണ്ട് എന്തായാലും ഒരു കാര്യം തെളിഞ്ഞു. അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം വന്നാലും അതൊന്നും അവരുടെ പ്രണയത്തെ ബാധിക്കുകയില്ല. അവരൊന്നായിരുന്നു, ഒന്നാണ്, ഇനി എന്നും ഒന്ന് തന്നെ ആയിരിക്കും. അവരെ ആർക്കും പിരിക്കാനാവില്ല. ഓക്കെ, ഇനി അച്ഛമ്മ പറ. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിഖിലിനോട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്, കാര്യം നടക്കുന്നത് വരെ അവനോട് വഴക്കിടാൻ പോകരുതെന്ന്. എന്നിട്ട് നീ ഇപ്പോ അവനെ നമ്മുടെ ശത്രുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കുന്നു. ഇനി പ്രിയ എങ്ങനെ അവനെ ഒപ്പം കൂട്ടിയാലോ? അവന് നമ്മുടെ എല്ലാ രഹസ്യവും അറിയാം, നമ്മുടെ വീക്ക്നെസ്സും അറിയാം. അവൻ എങ്ങാനും പ്രിയയുടെ കൂടെ ചേർന്നാൽ പ്രിയ വീണ്ടും പവർഫുൾ ആകും. ഈ തനു, നിന്റെ തല ശരിക്കും വർക്ക് ചെയ്യില്ലേ? അവൻ പൊക്കോട്ടെ ആ സൈഡിലേക്ക്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് വ്യത്യാസം വരാനാ? രണ്ടു പാർട്ടിക്കും അറിയാം നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിഖിലാണെന്ന്. അപ്പൊ അവൻ എങ്ങനെ ഇതിന് മുതലെടുക്കും? അത് പറ്റില്ല. നിനക്ക് ബുദ്ധി ഇല്ലേ തനു? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിയ നമ്മളോട് ചെയ്തതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നല്ലേ ആദ്യം ചിന്തിക്കണ്ടേ? എന്താ ഇപ്പൊ അങ്ങനെ? എനിക്ക് ശരി, ഇപ്പൊ മനസ്സിലായി. ഞാനൊന്നും പറയാത്തതിന്റെ പിണക്കമല്ലേ? ഇത്രയും നേരം അച്ഛമ്മയ്ക്ക് വിഷമിച്ചിരിക്കേണ്ടി വന്നു അല്ലേ? പക്ഷെ ഞാൻ എന്ത് ചെയ്യും അച്ഛമ്മ? നിങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി, പിന്നെ സമയം ഒരുപാട് വൈകി. എത്ര പേര് എനിക്ക് വിളിക്കാനുണ്ടായിരുന്നു എന്നറിയോ? അതുകൊണ്ടല്ലേ അച്ഛമ്മയോട് പറയാൻ പറ്റാത്തെ? ഞാൻ ഈ കാരണം കൊണ്ടല്ല പിണങ്ങിയത്. എനിക്ക് ദേഷ്യം വരുന്നത് നീ തുടരെ തോൽവി സമ്മതിക്കുന്നത് കൊണ്ടാ. ചെറിയൊരു പ്രശ്നം വന്നാൽ നീ ആകെ തളരും, പിന്നെ തളർന്ന അവശയാകും. അതാണ് മറ്റുള്ളവരുടെ ആയുധം. നിനക്കറിയാമോ തനുവിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന്? നിന്റെ ഈ തളർച്ച. ആ ഒരു ചുവട് വെക്കാൻ നീ തയ്യാറായിരുന്നില്ല. ശരി എന്റെ അച്ഛമ്മേ, ഐ എം റിയലി സോറി. ഇനി ഞാൻ ഒരിക്കലും ധൈര്യം കൈവിടില്ല. അദ്ദേഹം നേരിട്ട് വന്ന് എന്നോട് ജീവിതത്തിൽ നിന്ന് പോയി തരാൻ പറഞ്ഞാല് ഞാൻ അങ്ങനെ ചെയ്യില്ല. പോരെ? ഓ ദൈവമേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിനക്കൊരിക്കലും പോകാനാവില്ല. അവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് പറ്റില്ല. കാരണം ഈ ജോഡി ദൈവമായിട്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ ഒരിക്കലും പിരിയില്ല മക്കളെ. കമ്പനിയിൽ നിന്ന് പ്രിയയുടെ കമ്പനിയിലേക്ക് ആ അക്കൗണ്ടന്റ് പൈസ എടുത്തിടും. പ്രിയ സ്വന്തം കമ്പനിയെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടന്റെ കമ്പനിയിൽ നിന്ന് ഫണ്ട് പൈസ എടുക്കുന്നതായിട്ട് തോന്നും. ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ അവള് ഏട്ടനെ ചതിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഡിവോഴ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ അവള് ഏട്ടന്റെ ലൈഫിൽ നിന്ന് പുറത്താവും. ഏട്ടൻ അവളെ ഇങ്ങനെ എടുത്ത് ഈച്ച കളയും പോലെ കളയും. അല്ല, പുറത്തേക്ക് ഇങ്ങനെ കളയുന്ന അവളെ ജയിലിലാക്കുക തന്നെ ചെയ്യും. വാ ആലിയ, എന്ത് നല്ല പ്ലാനാ നിന്റെ. സൂപ്പർ, സമ്മതിച്ചിരിക്കുന്നു. നിന്റെ വയസ്സ് കൂടുന്തോറും നിന്റെ ബുദ്ധിയും കൂടുന്നുണ്ട്. ശീലം നിനക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ആലിയ മാം, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹമുള്ള സ്വന്തം സുഹൃത്താ നീരജ സംസാരിക്കുന്നത്. നീരജ്, ആ കോർപ്പറേറ്റർ? ശരിയുത്തരം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ഓർത്തിരുന്നല്ലേ? അവ കേട്ടിട്ട് വളരെ സന്തോഷമായി. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചേ? നിങ്ങളെ കുറിച്ചുള്ള ടെൻഷനാ. ആലിയക്ക് എന്തെങ്കിലും പറ്റുമോന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ഒന്നും സംഭവിക്കില്ല, കാരണം ഞാൻ നിന്നെ ഇപ്പൊ ഫോണിൽ വിളിച്ചല്ലോ. നീ കേൾക്ക്. ഈ ലോകം മൊത്തം നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും, പക്ഷെ നമ്മൾ ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ തനു? ആലിയ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. പ്രിയ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. യുനോ, ആ ഡിവോഴ്സ് പേപ്പർ വെച്ച് പ്രിയോട് ഡീൽ ചെയ്താൽ അവൾ ഒരുപാട് പൈസ തരില്ലേ? ആ പൈസ വെച്ച് ഞാൻ സ്വീഡനിൽ ഷിഫ്റ്റ് ആവും. അവിടെ ഒരു ഫാം ഹൗസ് വാങ്ങി, എന്നിട്ട് ആ ഫാം ഹൗസിൽ ഞാൻ Just shut up. നീ ആദ്യം എന്തിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് നന്നായിട്ട് ആലോചിക്ക. ആവശ്യമില്ലാത്ത ഓരോന്നും ആലോചിച്ചിരുന്ന എവിടെയെങ്കിലും മൂക്കൂത്തി വീഴുന്നീ. നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന നിർത്തൂ ആലിയ. നിന്നെ കുറിച്ച് ചിന്തിക്കും. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടാറുണ്ട്, പക്ഷെ നിനക്ക് കിട്ടിയ ഭീഷണിയുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാ. എന്താ എന്ന് വെച്ചാൽ എനിക്കറിയാം നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്.
ഞാൻ ഉറങ്ങിയപ്പോ നീ എന്റെ അടുത്ത് വന്നിരുന്ന് തലോടിയല്ലേ? ഛേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ഈ കോഫി നിങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വേണമെങ്കിൽ കുടിച്ചോ. ലോലിപ്പോ നീ എന്തിനാ എനിക്ക് കോഫി ഇട്ട് വന്നേ? നീ എന്റെ ബോസ് അല്ലേ? ബോസ് ജോലി ചെയ്യിക്കല്ലേ ഉള്ളൂ, ചെയ്യില്ലല്ലോ. പിന്നെ നീ അല്ലെങ്കിൽ അത് തണുത്ത് പോയാ പിന്നെ കുടിക്കാൻ കൊള്ളില്ല. എനിക്കിങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്കത് അറിയില്ലേ? നീ എന്ത് വേണേലും പറഞ്ഞു, ദേഷ്യം കാണിച്ചോ, ആറ്റിറ്റ്യൂഡ് കാണിച്ചോ, പക്ഷെ എന്തൊക്കെ ചെയ്താലും നിന്റെ മനസ്സിലുള്ള കാര്യം പറയിക്കാതെ ഞാൻ വിടില്ല. അവൾ മനസ്സിലുള്ള കാര്യം പറഞ്ഞ് ലവ് കൺഫസ് ചെയ്താൽ പിന്നെ എന്തു പറ്റി? നീ എന്താ ചിന്തിക്കുന്നേ? തനുവിനെ കുറിച്ചാണോ? നോക്ക്, നീ വെറുതെ തനുവിനെ പറ്റി ചിന്തിക്കല്ലേ. നീ ഒരു റോക്ക് സ്റ്റാർ അല്ലേ? നിന്റെ മനസ്സ് പറയുന്നത് നീ കേക്ക്, എന്നിട്ട് മനസ്സ് പറയുന്നത് പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ നിനക്കൊരിക്കലും തെറ്റ് പറ്റുകയില്ല. എങ്ങനെയാ പ്രിയെ കൊല്ലാൻ നോക്കിയത്? ആദ്യം എന്നെ കൊണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്യിച്ചു, പിന്നെ വാളുകൊണ്ട്, പിന്നെ ആ ലൈറ്റ്സ് ഉപയോഗിച്ച് നീ അവളെ കൊല്ലാൻ നോക്കിയില്ലേ? പിന്നൊരു കാര്യം, ഇത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. എന്റെ അടുത്ത് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ അത്ര എളുപ്പത്തിൽ നിന്ന് വെറുതെ വിടില്ല മിസ് ആലിയ. എന്റെ ബുൾബുളിന്റെ മുഖം നീ കാരണമാ കേടായത്. നീ കാരണം അവൾ ആത്മഹത്യ ചെയ്തത്. അത് ആത്മഹത്യയല്ല, അവളത് മനഃപൂർവ്വമാണ് ചെയ്തത്. നീ കാരണം. വെറുതെ വിടില്ല നിങ്ങളെ. റോബിൻ, കുറച്ചുകൂടി പതുക്കെ പറ. ആലിയ, ഈ കോർപ്പറേറ്റർ പൈസയ്ക്ക് വേണ്ടി നിന്റെ തലയിൽ കയറാൻ തുടങ്ങിയല്ലോ. നിന്റെ കയ്യിൽ പൈസ ഇല്ല. ആ പ്രിയ പൈസയുടെ പുറത്ത് പാമ്പിനെ പോലെ കയറി ഇരിക്കുക. അവൾ അബിയോട് വരെ കണക്ക് പറയും. നിനക്ക് 10 പൈസ പോലും തരില്ല. ഇനി അവളെങ്ങാനും നീയും ആ കോർപ്പറേറ്ററും ചേർന്ന് അവളെ അവളുടെ അനിയത്തെയും കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞാ നിന്റെ കാര്യത്തിൽ തീരുമാനാവും. നിനക്കറിയാവുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണ്ട കേട്ടല്ലോ. ഒറ്റയ്ക്കിരുന്നാലേ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റൂ. ഞാൻ ഇവിടെ നിൽക്കണോ അതോ വേണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. ആലിയയ്ക്ക് വേണ്ടി നിന്നല്ലേ പറ്റൂ. അവള് വീണ്ടും എക്സ്പോസ് ആയാ ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും. അഭി, നീ അല്ല, നീ എന്താ ഇവിടെ? നിനക്ക് ഓഫീസിൽ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാതെ ഇവിടെ എന്ത് ചെയ്യാ നീ? ഇമ്പോർട്ടന്റ് മീറ്റിംഗിനെക്കാട്ടി അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യമുണ്ട് പ്രണവ്. അല്ല, അതെന്ത് കാര്യമാ? ഒരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ് അഭി, ആലി എങ്ങാനും എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഏയ്, ഇനി ആ തനു എങ്ങാനും നിന്നോട് വഴക്കിടാൻ വന്നിരുന്നോ അഭി? അതോ പ്രിയേച്ചി? നീ വാ, ഇവിടെ വന്നിരിക്കെ പ്ലീസ്. എടാ അഭി, ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്നത് ആദ്യം നീ ശ്രദ്ധിച്ച് കേൾക്ക. വേണ്ട വേണ്ട, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക. ഒരുപാട് ധൈര്യം സംഭരിച്ച ഇത് പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ഒരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ എന്താന്ന് പറയാനാ ഞാൻ. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നോക്ക, എനിക്കൊരു കാര്യം മനസ്സിലായി. കണ്ണാടിയുടെ പുറകിൽ ലെൻസ് ഉണ്ടാവും, പക്ഷെ ലെൻസിന്റെ പുറകിൽ എങ്ങനെ കണ്ണാടി കാണും? കണ്ണാടിയുടെ പുറകിൽ എല്ലാം ലിറ്ററൽ ആയിട്ട് എടുക്കുന്നേ. നീ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്ക്. മൊഗാമ്പോ എന്ന് മൊഗാമ്പോ എന്നടാ, അവള് സന്തോഷത്തില്ല. അത് ബലൂൺ അല്ലടാ, ബലൂണ് വേറെ ആളാ. ആ ബലൂണില്ലേ മൊഗാമ്പോയുടെ പുറകിലുണ്ട്. നീ ഒന്ന് മനസ്സിലാക്ക്. ബലൂൺ? ബലൂൺ, എന്റെ ബലൂൺ. ബലൂൺ അല്ലേ? ആ ബലൂൺ. ബലൂൺ. അപ്പിക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നേ. പക്ഷെ ആരായിരിക്കും അത് പറഞ്ഞു കാണുക? എന്താ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് എന്താ അങ്ങനെ തോന്നാത്ത? പറ. അതെന്തായാലും ശരി, നിന്റെ ഉദ്ദേശമൊന്നും അത്ര ശരിയല്ല. അവിടെ നിൽക്ക്, അടുത്തൊന്നും വരണ്ട. എന്റെ അഭി വേഗം ഒന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ അവക്ക് എന്നോടുള്ള പ്രണയം ഞാൻ അവളുടെ കണ്ണി കണ്ടെന്ന്. പിന്നെ നീ എന്താ വിശ്വസിക്കാത്തെ? എടാ, നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ പ്രീച്ചയുടെ കണ്ണിൽ നിന്നോടുള്ള പ്രണയം എന്ന് പറഞ്ഞത് മാത്രം എന്തായാലും ഞാൻ പറയുന്നത് വിശ്വസിച്ചല്ലോ. ഞാൻ അവളുടെ കണ്ണിൽ പ്രണയത്തിന്റെ കടലാണ് കണ്ടത്. എന്നിട്ട് ആ കടലിലോട്ട് എനിക്ക് മുങ്ങി കുളിക്കണം, എന്നിട്ട് നീന്തി കളിക്കണം. ഇതൊക്കെ ചെയ്യാനായിട്ട് നീ എന്നെ സഹായിച്ചേ പറ്റൂ. അവളുടെ മുഖത്തുള്ള ആ മുഖാമ്പയുടെ മുഖംമൂടി കൂടി എടുത്ത് മാറ്റാൻ അതിന് പറ്റിയൊരു ഐഡിയ കൂടി പറഞ്ഞു താടാ എന്റെ സുഹൃത്തേ. എന്തെങ്കിലും നീ ഒന്ന് ആലോചിക്കടാ. ഇന്ന് അവൾ മുഖാൻ പോയ, നാളെ ദാടി ഗിരിജ, പിന്നെ കളിയാങ്കാട്ട് നീലി, നാഗവല്ലി, എന്തൊക്കെയാവെന്ന് പറയാൻ പറ്റില്ല. എനിക്കതുവരെ എന്റെ ബലൂണിനെ തപ്പിയടക്കാൻ പറ്റൂ. കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്താലും മോഷ്ടിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പൈസ ഞാൻ എടുത്തിരിക്കും.
പക്ഷെ എന്റെ മുന്നിലല്ല. എന്റെ കൺമുന്നിൽ ഒരു തെറ്റും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ഈ വീടിനുള്ളിൽ വെച്ച്. അവളുടെ വിചാരം എന്താ? ഈ വീടിന്റെ മുതലാളിയാണെന്ന്. യുനോ വാട്ട് തനു, നീ ഒരു ദിവസം നോക്കിക്കോ, അവൾ ഇനി ഈ വീട്ടിന്റെ ഭാഗത്തേക്ക് പോലും നോക്കാനാവാത്ത വിധം ഒരവസ്ഥയിലാക്കും ഞാൻ അവളെ. ആലിയ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും നമ്മൾ പറയാൻ പോവരുത്. ഐ മീൻ, ഇതൊക്കെ ഞാനും പറയുമായിരുന്നില്ലേ? ഒറ്റ തവണ കല്യാണം കഴിഞ്ഞോട്ടെ ഞാനും അവളെ അടിച്ചു പുറത്താക്കുമെന്നൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? അവൾ എന്റെ കല്യാണം അങ്ങ് മുടക്കി, എന്നെ മണ്ഡപത്തിൽ നിന്ന് എണീപ്പിച്ചു. എനിക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറക്കാനും കഴിഞ്ഞില്ല, നീയും ഇറക്കില്ല. നീ തോൽവി സമ്മതിച്ചു, ഞാനല്ല. നീ എന്റെ കാര്യം വിടും, നിന്റെ കാര്യം നോക്ക്. പൈസ എവിടെ നിന്ന് കൊണ്ടുവരും? എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴല്ലേ രച്ചു ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത്രയും പട്ടാപ്പകല് എല്ലാവരും വീട്ടിലുള്ള സമയത്ത് തന്നെ ഇവള് റൂമിൽ വന്ന അലമാര തുറന്ന് പൈസ എടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ രച്ചു? അവൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം അത് വളരെ വലുതാണെന്ന് തന്നെയല്ലേ? അല്ലെങ്കിൽ ആലിയ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കോ? എന്റെ മനസ്സ് പറയാ രച്ചു, അവൾ എന്തോ വലിയ കുടുക്കൽപ്പെട്ടിരിക്കുക. എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്താ വേണ്ടത്? അങ്ങനെയല്ല രച്ചു, എനിക്കറിയണ്ടേ അവളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമെന്ന്. അവൾ എന്തൊക്കെയാ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൾ ഇനി പ്രവർത്തിക്കാൻ പോകുന്നതിനെല്ലാം അദ്ദേഹമായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. ഓക്കെ, ബൈ. ഞാനും നിന്റെ കൂടെ വരാം. നിനക്ക് നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല, എന്നിട്ടാ കൂടെ വരുന്ന കാര്യം പറയുന്നേ. അവിടെ വന്ന് എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെ അവിടെയും വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം, അതിനല്ലേ നീ കൂടെ വരുന്നേ? അല്ലേ തനു? ഞാൻ നിനക്ക് ധൈര്യം തരും. പ്ലീസ് തനു, ഇത് എന്റെ പ്രോബ്ലം ആണ്, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. നീ എങ്ങാനും എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, എന്റെ പ്രോബ്ലം ഇനിയും കൂടത്തേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ പൈസ റെഡിയാക്കും? എനിക്കറിയില്ല തനു, അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ ആവില്ലല്ലോ. മുമ്പാണെങ്കിൽ ഒരു ദിവസം 10 ലക്ഷം രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് 10 ലക്ഷത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്ക്. എന്നിട്ട് എല്ലാ മാസവും ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കാം. അതെ, ഫുഡ് റെഡി ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ കഴിക്കാത്തെ? അതെ, ആരാണോ ഈ വിരുന്നൊരുക്കിയത് ആദ്യം അവര് വരട്ടെ. എന്ന് വെച്ചാ പ്രിയ വരാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്നാണോ പറയുന്നേ? നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ കഴിക്കാൻ പോവാ. തനു, നിർത്ത്. ദേ, നീ നിന്റെ ഭാഗ്യോർത്തൊന്ന് സന്തോഷിക്കും. പ്രിയ ഇപ്പൊ നിന്റെ കല്യാണം മാത്രമേ മുടക്കിയിട്ടുള്ളൂ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്താലുണ്ടല്ലോ പച്ച വെള്ളം പോലും തരില്ല. ദാ പ്രിയ വരുന്നു. ചിരിക്കും, എല്ലാരും ചിരിക്കും. റോബിൻ, നിന്റെ സാറ് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. എരിവില്ലാത്തോണ്ടായിരിക്കും. കുറച്ച് മുളക് കൊണ്ടുവന്നേ. ഹലോ, ഞാനപ്പോ പറഞ്ഞു സൂപ്പറാണ്. ടേസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്കറിയാം. നിങ്ങളുടെ മുഖം കണ്ടാ തോന്നും ഫുഡിന് തീരെ രുചിയില്ലെന്ന്. പക്ഷെ മുളക് അധികം കഴിക്കുന്നതേ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. ഒരു മിനിറ്റ് റോബിൻ, ആലിയ ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? മാം, ഞാൻ ആലിയ മാഡത്തിനെ വിളിക്കാൻ പോയതായിരുന്നു. അപ്പൊ പറഞ്ഞു മാഡത്തിന് വിശക്കുന്നില്ല എന്ന്. ആലിയ എന്തോ ഒളിക്കുന്നുണ്ട്. മാം പറഞ്ഞാൽ ഞാൻ വേണേൽ ആലിയ മാഡത്തിന് റൂമിൽ കൊണ്ട് ഫുഡ് കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കാം. ഒരുപാട് ഡെസ്പറേറ്റ് ആണ്. ഉറപ്പായും ഇത്തവണ കുടുംബത്തെ എന്തോ പ്രശ്നത്തിലാക്കാൻ നോക്കുന്നുണ്ട് അവള്. അതിനവളെ അനുവദിക്കാൻ പാടില്ല പ്രണവ്. ശരിയാ പ്രിയേച്ചി പറഞ്ഞത്. പ്രിയേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ അഭയെ കണ്ടിരുന്നു പ്രിയേച്ചി. പിന്നെ ഇപ്പോഴും ചേച്ചി ഓർത്ത് ഒരുപാട് ഇമോഷണൽ ആണ് അവൻ. എനിക്ക് തോന്നുന്നു അവന് പ്രിയേച്ചി തിരികെ വേണമെന്ന്. പ്രണവ്, ഇക്കാര്യം ഞാനും ശ്രദ്ധിച്ചതാണ്. പക്ഷെ ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ. പക്ഷെ ഈ സമയത്ത് നമ്മൾ ആലിയ വേണം ശ്രദ്ധിക്കാൻ പ്രണവ്. അവൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് അനുവദിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. എന്റെ ജീവിതം നശിച്ചു. നിനക്ക് വേണ്ടി, പൈസക്ക് വേണ്ടി തെണ്ടി തെണ്ടി നടക്കേണ്ടി വന്നു. എന്റെ പൊളിറ്റിക്കൽ കരിയർ നീ കാരണം ഇല്ലാണ്ടായി. ഇപ്പൊ എനിക്ക് പൈസയുടെ ആവശ്യം വരുമ്പോ ഞാൻ ആരുടെ അടുത്ത് പോണം? എനിക്ക് പൈസ ഇന്ന് തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ തെളിവുകളും സ്വയം നിന്റെ ചേട്ടൻ അബിയുടെ അടുത്ത് കൊണ്ട് എത്തിച്ചിരിക്കും.
കാണുമായിരുന്നോ? പ്രിയേച്ചി പോ നമുക്ക്. പ്രിയേച്ചി ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക. അയ്യോ, അപ്പൊ ഈ മെഴുകുതിരിയൊക്കെ എന്തിനാ മോനെ? ചുമ്മാ ഒരു രസം. അച്ഛമ്മേ, അത് പിന്നെ ആരോടെങ്കിലും പ്രണയം തോന്നുമ്പോഴാ ഇങ്ങനെയൊക്കെ അലങ്കരിക്കാൻ തോന്നുന്നത്. അതെയോ? അപ്പൊ മോനെ, നീ ആരുമായുള്ള സ്നേഹത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്? എന്ത് സാഹചര്യം അച്ഛമ്മേ, ഞാന് ഒരുപാട് ദിവസമായി ഒരു റൊമാൻറ്റിക് പാട്ടുണ്ടാക്കിയിട്ട്. ഈ റൊമാൻസ് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ 2 പെണ്ണുങ്ങളുണ്ടെങ്കിലേ അവിടെ ഈ പറഞ്ഞ പോലെ റൊമാൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചതഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മനസ്സിലൊരു സന്തോഷമൊന്നും തോന്നില്ല അച്ഛമ്മേ. അതുകൊണ്ട് സ്വയം സന്തോഷിക്കുന്നതിനായി അതാ ഞാനിങ്ങനെ പൂവും ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച് വട്ട് പിടിക്കും. അച്ഛമ്മയ്ക്ക് അറിയോ, ഈ രണ്ടിന്റെ ഇടയിൽ കിടന്ന് എനിക്ക് വട്ട് പിടിക്കുക. ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛമ്മേ? അയ്യോ, എനിക്ക് വട്ട് പിടിക്കുന്നേ. അയ്യോ അച്ഛമ്മേ, ഞാനിപ്പം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ 2 വട്ട് കേസുകളും കൂടെ ഇവിടെ നിന്ന് പോയാലോന്ന്. എന്നിട്ട് എന്റെ ബലൂൺ ഒന്ന് എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിലെന്നാ അച്ഛമ്മേ. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണല്ലോ. ശരി മോനെ, നിനക്ക് തോന്നുന്നതെന്തോ അത് തന്നെ ചെയ്. ഞാൻ ഇതാ പോകുന്നു. നീ നിന്നോട് തന്നെ ഇരുന്ന് സംസാരിക്ക. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാ മോനെ? രച്ചു, നമുക്ക് പോകാം. ആ ബൈ രചന. ബൈ അച്ഛമ്മേ. എന്റെ പ്രിയപ്പെട്ട അച്ഛമ്മേ, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ലൈഫിൽ ഇപ്പോ റൊമാൻസ് വന്ന് നിൽക്കുക. ഈ റൊമാൻസിനൊക്കെ കാരണം എന്റെ ബലൂണാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക. എന്റെ ബലൂണിനെ എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാം. അവൾ വന്ന് കണ്ട് ഒന്ന് ഞെട്ടട്ടെ. അപ്പോൾ അവളുടെ മനസ്സിലെ ഫീലിങ്സ് എന്താന്ന് ശരിക്കും ഒന്ന് അറിയാൻ പറ്റും. ഈ കാർഡിപ്പോ ഇവിടെ ഇരിക്കട്ടെ. സ്റ്റേ ഹിയർ. നിക്കടാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, നിന്നെ സഹായിക്കാനായിട്ട് വന്നതാ. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പണത്തിന് അത്യാവശ്യമുണ്ടെന്നും. നിനക്ക് പണം തരാൻ ഞാൻ തയ്യാറാണ്. നീ എത്ര പണം ചോദിക്കുന്നോ അത്രയും പണം തരാൻ തയ്യാറാണ്. പകരം നീ എന്നോട് ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. നീ എന്റെ കൂടെ വന്നിട്ട് ആലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രിയച്ചോട് പറഞ്ഞു കൊടുക്കണം. ആലി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ളത്. നീ സത്യം പറയണോ? നീ എനിക്ക് പണം തരൂ. നീ എത്ര പണം ചോദിക്കുന്നോ അതിന്റെ ഇരട്ടി ഞാൻ തന്നിരിക്കും. അങ്ങനെ നീ എനിക്ക് പണം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ എവിടെ വരാനും തയ്യാറാണ്. എന്ത് ചെയ്യാനും ഒരുക്കമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് വ്യത്യാസമാ? ആലിയ പണം തന്നാലും നീ പണം തന്നാലും എനിക്ക് വേണ്ടത് പണമാ. നടക്ക്. ശരി. ഈ പൂക്കൾ എത്ര മനോഹരമാണ്. ഈ മുറിക്ക് എന്തൊരു ഭംഗിയാണ്. ഇതെല്ലാം അങ്ങ് വാരിയെടുക്കാൻ തോന്നുന്നു. അങ്ങനല്ലേ തോന്നുന്നത്? ആ പിന്നെ കൈനിറയെ എല്ലാം അങ്ങ് വാരിയെടുത്തോളൂന്നേ. കാരണം ഈ ഒരുക്കങ്ങളെല്ലാം അഭിയുണ്ടല്ലോ, നിനക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. കല്യാണം കഴിഞ്ഞതാ, കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ആ ശരി, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ സംസാരിച്ചാലേ നീ നാണം കൊണ്ട് ഇനിയും ചുവന്ന് തുടുക്കത്തേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ. എന്നാ ശരി. ഇത് ഞാൻ എങ്ങനെ പറയാനാ അച്ഛമ്മ? ഈ മൗനം പകുതി എന്റെ പ്രണയത്തിനും പകുതി എന്റെ അനുജത്തിക്കും വേണ്ടിയാണെന്ന്. ഫോൺ ചെയ്തിട്ട് കിടന്ന് ചാടുമ്പോ ഞാൻ എന്താ പറയാ? ശരിക്കുള്ള കാര്യം പറയണോ അതോ കള്ളം പറയണോ? ഇനി ഫോണിൽ പറയണോ അതോ നേരിൽ കണ്ടിട്ട് പറയണോ? എനിക്കും അവളെ ഇഷ്ടമാണെന്ന്. ഇനി ഇതിനെപ്പറ്റി അവളൊന്നും ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്താ പറയാ? ഇത് വലിയ പണിയാണല്ലോ. ഈ പ്രണയം ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആവുന്ന എന്താ? സിമ്പിൾ ഫീലിങ്സ് ആയിട്ട് പോലും സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുമല്ല, ഇതൊക്കെ ആദ്യം അവളല്ലേ പറയേണ്ടത്. വേണ്ടടാ ബി, നീ ആദ്യം നിന്റെ ഈ ഈഗോയൊക്കെ ഒന്ന് മാറ്റിവെക്കേ. എന്നിട്ട് നിന്റെ ഹൃദയം എടുത്ത് നിന്റെ കൈവെള്ളയിലോട്ട് വെക്കേ. എന്നിട്ട് അത് പ്രിയയെ കൊണ്ടൊന്ന് കാണിക്കേ. വേണ്ട,
ആദ്യം അവള് ആ പൂക്കളൊന്ന് കാണട്ടെ. അല്ല, അവൾ ഇതുവരെ കണ്ടില്ലേ? ഞാൻ കേട്ടിട്ടുള്ളതാ ഈ മനുഷ്യന്റെ ജാതകം മാറിയാലുണ്ടല്ലോ അയാളുടെ നിൽപ്പും നടപ്പും എല്ലാം മാറുമെന്ന്. പിന്നെ നിങ്ങൾക്കറിയാമോ, എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ദിവസം നിങ്ങൾ വലിയൊരാളാകുമെന്ന്, പ്രശസ്തി നേടുമെന്ന്. അനാവശ്യം മതിയാക്ക. എനിക്കറിയാം നിനക്ക് എന്തിന്റെ ആവശ്യമുള്ളതെന്ന്. നീ എന്റെ ജോലി ചെയ്യാൻ, ഞാൻ നിന്റെ ജോലി ചെയ്യാം. ആലിയക്കെതിരെയുള്ള സകല തെളിവുകളും നീ എനിക്ക് തരണം. പകരം നിനക്ക് എത്ര പണം വേണോ അത് ഞാൻ നിനക്ക് തന്നിരിക്കും. നീയും ആലിയും തമ്മിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. എന്ത്? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? എവിടെ? ഞാൻ പറഞ്ഞു നിന്നോട് അനാവശ്യമായി സംസാരിച്ച് സമയം കളയണ്ടെന്ന്. ഐ ജസ്റ്റ് നീഡ് ഓൾ ദ ബ്ലഡി പ്രൂഫ്സ്. നിന്റെ വീട്ടിൽ, ഓഫീസിൽ ഒക്കെയുള്ള തെളിവുകളുടെ എത്ര കോപ്പി ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം. പകരം നീ എത്ര പണം രക്ഷപ്പെടാൻ പറ്റൂ, പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അങ്ങനെ എന്താ ആലിയ ചെയ്തത്? നിങ്ങൾ ചോദിക്കുന്ന പണം വാരിക്കോരി കൊടുക്കാൻ തയ്യാറാണല്ലോ ആ തെളിവിന് വേണ്ടി. എന്താ അവള് ചോദിച്ചത്? എന്താണ് അവൾ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചത്? ഇനി നിങ്ങളെ ഭർത്താവിനെങ്ങാനും തട്ടിയെടുത്തോ? ഇത് നന്നായിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് വരെ ഭാര്യ, ഭർത്താവ്, പിന്നെ അവള് എന്നൊക്കെയുള്ള കഥകൾ കേട്ടിരിക്കുന്നു. അമ്മായിയമ്മ, മരുമകളുടെ ഡ്രാമയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നതേ ആദ്യമായി ഏട്ടത്തിയും നാത്തൂനുമായുള്ള ഡ്രാമ കാണുകയാ. അങ്ങനെയല്ലേ? ഇവിടെ തന്റെ നാത്തൂൻ ഭർത്താവിനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. സത്യം പറയാലോ, ഈ കഥ ഞാൻ ഏതെങ്കിലും TV സീരിയലുകാർക്ക് വിറ്റാലുണ്ടല്ലോ, ചോദിക്കുന്ന പണം തരുവോ വരെ എനിക്കിവിടെ ഉണ്ടായിരുന്നത് വരെ ആയിരുന്നു. പക്ഷെ ഇന്ന് ബുൾബുളില്ല. അതുകൊണ്ട് നിന്നോട് ശത്രുത കാണിച്ചിട്ട് എനിക്കൊരു കാര്യവുമില്ല. മാറി നിൽക്ക്. നിങ്ങൾ അവനോട് പറയണ്ട എവിടെ നിൽക്കണമെന്നോ എവിടെ നിൽക്കണ്ടെന്നും. അവന്റെ നേരെ കൈ ഉയർത്തുകയും വേണ്ട. ജോലി കാര്യത്തിനാണ് വന്നതെങ്കിൽ എന്നോട് സംസാരിക്കണം. ശരി, നിങ്ങളോട് തന്നെ സംസാരിച്ചേക്കാം. ഡീലിന്റെ കാര്യം പറയാം. അപ്പൊ ഈ ഡീലിന് എന്റെ ഉത്തരം സമ്മതമല്ല. എനിക്കൊരു പൈസയും വേണ്ട, ഞാനൊരു തെളിവും തരില്ല. ഞാൻ പോകുന്നു. പ്രിയ മാഡം, എനിക്കറിയാം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തതെന്ന്. കേട്ടോ? അപ്പൊ പിന്നെ നീ എങ്ങനെ ഇവിടെ സൈഡാവുന്നത്? എനിക്കത് നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആരുടെ സൈഡ് നിൽക്കണമെന്നും ആരുടെ സൈഡ് നിൽക്കണ്ടെന്നും, ആരാണ് കുറ്റക്കാരെന്നും ആരാണ് നിരപരാധിയെന്നും ഒക്കെ മനസ്സിലായോ? അപ്പൊ നീ സത്യത്തിന്റെയും കള്ളത്തിന്റെയും ഇടയിലായി കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ എന്റെ ജോലി അനുവദിക്കുക, നീ നിന്റെ ജോലിയും ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു തെളിവും തരുന്നില്ല. എനിക്ക് ആലിയുടെ കയ്യിൽ നിന്ന് പൈസയും വേണ്ട. അത് ഞാൻ വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തോളാം. പക്ഷെ ആലിയെ ചെയ്യുന്നില്ലേ, അതിന്റെ ഇടയിലേക്ക് ഞാൻ വരില്ല, അവിടെ തടയുകയുമില്ല. കാരണം എന്റെ ഫോക്കസ് മുഴുവൻ നിങ്ങളിലാ. അവളുടെ ഗൺ പോയിന്റിന്റെ മുന്നിലാ നിങ്ങൾ. ആർക്കറിയാം എപ്പോഴാ വെടിവെച്ചിടുന്നെന്ന്. ഈ നീരജ് നിങ്ങളെ സഹായിക്കാൻ എത്തിയിരിക്കും. അതെ, ഒരു കാര്യം പറയട്ടെ. ബുൾബുൾ പോയതിനു ശേഷം എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആലിയ മാഡം. What nonsense. അയ്യോ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റൈലിനോടാ സ്നേഹം. നിങ്ങൾ ആ പ്രിയയോട് പകരം ചോദിക്കുന്നില്ലേ, ആ സ്റ്റൈലിനോട്. അതെ, നിന്റെ മനസ്സിൽ ഈ തീ ആളി കത്തിച്ചോണ്ടിരുന്നാ മതി. എന്റെ പകരം വീട്ടിൽ പൂർത്തിയാകും. മനസ്സിലായോ? അവനവന്റെ തെറ്റുകളെ അങ്ങ് അവസാനിപ്പിക്കണമെന്ന്. ജസ്റ്റ് ഫിനിഷ് ചെയ്യണം. ഫിനിഷ്. പണ്ടേ നീ കള്ളിയും കൗശലക്കാരിയുമായിരുന്നു. ഇപ്പൊ നീ നാണമില്ലാത്തവളുമായോ? സ്വന്തം പ്രവൃത്തിയിൽ ലജ്ജ തോന്നേണ്ടതിന് പകരം സന്തോഷിക്കുന്നോ? എന്നെ വിട്ടിട്ട് നിങ്ങളുടെ കാര്യം പറയുന്നേ. ലജ്ജയുടെ എല്ലാ അതിരും നീ കടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ സതി സാവിത്രി ആയിട്ടുള്ള അഭിനയം, പിന്നെ വളരെ ഇന്നസെന്റ് ആണെന്നുള്ള ലേബലില്ലേ, അതൊന്നും എന്റെ അടുത്ത് ചിലവാകുമെന്ന് വിചാരിക്കണ്ട. ചതിയിലൂടെ ഏട്ടന്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ കൈയടക്കി. പക്ഷെ അതിനുശേഷവും നീയാണ് ശരി. ആ പാവം തനുവിന്റെ കല്യാണവും മുടക്കി. എന്നിട്ട് നീ മാത്രം ശരി. നീ എന്താ വിചാരിച്ച നീ ചെയ്യാൻ പോകുന്നതൊന്നും ഞാൻ അറിയില്ലെന്നാണോ? ആ കോർപ്പറേറ്റ് ഓരോ തവണ വീണ് എഴുന്നേൽക്കുമ്പോഴും അവന്റെ കാലിന് ശക്തി കൂടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ തെറ്റ്, ഞാൻ ഒറ്റയ്ക്കാണെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ ഞങ്ങളും 4 പേരാണ്. ഞങ്ങളെ തോൽപ്പിക്കാനും ആവില്ല. പ്രിയേച്ചിയുടെ ഈ പോരാട്ടത്തിൽ ഞാനും ചേച്ചിയോടൊപ്പം ഉണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ അലിയ, ഞാനും പ്രിയേച്ചിയോടൊപ്പം ഉണ്ട്. പിന്നെ ഞാൻ പ്രിയേച്ചിയോടൊപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നു ആലിയ. 1 2 3 4. നിങ്ങൾ 4, ഞങ്ങളും 4. അപ്പോ ഈ യുദ്ധത്തിൽ ആരാ ജയിക്കാൻ പോകുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലേ?
പക്ഷെ അയാൾ അവനെ എനിക്ക് തന്നില്ല. ഇനി നോക്കിക്കോ, അയാളെ മുട്ട് കുത്തിപ്പിച്ച് എന്നോട് മാപ്പ് ചോദിപ്പിക്കും ഞാൻ, അടിമുടി വിറപ്പിക്കും ഞാൻ. അയാളെ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കും, അതും നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ എന്റെ തെറ്റുകൾ തെളിയിക്കാൻ പറ്റാത്തവൻ അവൻ എന്നെ എന്ത് ചെയ്യാനാ? നീയെന്നല്ല, ഏട്ടന് പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ദൈവമേ, ഇവളിത് എന്തോ ഈ കാണിക്കുന്നേ? എല്ലാവരുടെയും മുമ്പിൽ ഇവൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞു ഇവള് ശത്രുത വിളിച്ചു വരുത്തുക. ഇങ്ങനെ പോയ ഇവള്